ഇതാരാണ്? ഏത് മിസ് ആയിരിക്കും? തോന്നുന്നു. ഇതേതാ മാം? അശ്വതി മിസ് അല്ലേ? അശ്വതി. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Okay. എല്ലാവർക്കും കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? Yes, ma'am. ഓക്കെ, പറ്റുന്നുണ്ട്. ഓക്കെ, എല്ലാവരും വായിച്ചൊക്കെ കഴിഞ്ഞോ? അടുത്തത് വരെ നമ്മൾ ഓണർഷിപ്പ് വരെ എടുത്തിട്ടുണ്ടായിരുന്നോ? Yes, ma'am. Yes, ma'am. ഓക്കെ, അപ്പോ നമ്മള് എല്ലാവരും എന്ത് ചെയ്യണം? മ്യൂട്ട് ചെയ്യണം. ക്ലാസ് എടുക്കുമ്പോ എല്ലാവരും മ്യൂട്ട് ചെയ്യാം. ചില കംപ്ലൈന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, അതായത് സംസാരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് ക്ലാസ് ഒക്കെ കേൾക്കുന്നവർക്ക്. അപ്പോ ലാസ്റ്റത്തെ ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്ക് തരാം. ഓക്കെ, ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം? ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി. ഓക്കെ, എന്റേതായിട്ട് എന്തെങ്കിലും എക്സ്ട്രാ നോട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ടെങ്കിൽ ആ സമയത്ത് പറഞ്ഞു തരാം. ഓക്കെ, റെഡിയാണോ? റെഡി മാം. പിന്നെ ഞാൻ വായിക്കുന്ന ആ ഒരു സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്യുക, മൈൻഡിലൊന്ന് റീഡ് ചെയ്യുക. ഒരു 5 മിനിറ്റ് ഒക്കെ എന്ത് ചെയ്യാം, ആ നോട്ട് PDF-ന്റെ നോട്ട് ഒന്ന് മൈൻഡിൽ റീഡ് ചെയ്യുക. ഒരു 5 മിനിറ്റ് സമയം തരാം. അതിനുശേഷം ഞാൻ എക്സ്പ്ലനേഷൻ തരാം. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ പറയുന്ന നേരത്തെ എന്ത് ചെയ്താൽ മതി? ഓഡിയോ ഓൺ ആക്കിയാൽ മതി. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് നിങ്ങൾ വായിച്ചെന്ന് പറഞ്ഞു. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുമ്പോൾ ഓൺ ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരും എന്ത് ചെയ്യരുത്? ഓൺ ചെയ്ത് വെക്കരുത് കേട്ടോ. സിസ്റ്റം ഓഫ് മെഡിസിൻ ഒന്ന് വായിക്കട്ടോ. മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക എല്ലാവരും. ഓക്കെ, സ്ക്രീൻ നീക്കാം കേട്ടോ. ജസ്റ്റ് ഒരു സെക്കൻഡേ. സ്ക്രീൻ ഒന്ന് നീക്കി. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, അപ്പൊ എല്ലാവരും വായിച്ചെന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ നമ്മളുടെ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെ. നമ്മള് കുറച്ച് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തുടങ്ങി ഒന്ന് റിവൈൻഡ് ചെയ്യാം. ആദ്യത്തേതെന്ന് പറഞ്ഞാല് എന്താണ്? സൈസ് അനുസരിച്ചിട്ടല്ലേ. സൈസ് അനുസരിച്ച് നമ്മൾക്ക് സ്മോൾ ഹോസ്പിറ്റൽ എന്നും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്നും ലാർജ് ഹോസ്പിറ്റൽ എന്നും നമ്മള് ആരോ മ്യൂട്ട് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഓൺ ചെയ്തിട്ടുണ്ട്. മ്യൂട്ട് ചെയ്യട്ടോ, എല്ലാവരും മ്യൂട്ട് ചെയ്യാം. ആരും ഓൺ ചെയ്ത് വെക്കരുത്. ഓക്കെ,
ഓക്കെ, അപ്പോ സ്മോൾ ഹോസ്പിറ്റൽ എന്നും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്നും ലാർജ് ഹോസ്പിറ്റൽ എന്നും തരംതിരിച്ചു. കൂടാതെ സഫിയ ഷറഫ് മ്യൂട്ട് ചെയ്യട്ടോ. ഓക്കെ, എപ്പോഴെപ്പോഴും അങ്ങനെ പറയുന്നത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരോടും മ്യൂട്ട് ചെയ്യാൻ പറയുന്നേ. ഓക്കെ, അപ്പൊ പറഞ്ഞു ഹോസ്പിറ്റലിനെ നമ്മൾക്ക് മൂന്നായിട്ട് തിരിക്കാം: സ്മോള്, മിഡ് സൈസ്ഡ്, ലാർജ്. ആൻഡ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ലെവൽ ഓഫ് കെയർ. അതിനകത്ത് തന്നെ പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി കെയർ. ആൻഡ് പിന്നീടാണ് എന്ത് വരുന്നത്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് വരുന്നത്. ഓക്കെ, മൂന്നാമത്തേതാണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. ഓരോരോ ഹോസ്പിറ്റൽസ് നൽകുന്ന സർവീസുകൾ, അവരുടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് നൽകുന്ന സർവീസുകളെ കുറിച്ചിട്ടാണ് അതിനകത്ത് പറയുന്നത്. പിന്നീട് നെക്സ്റ്റ് ഓണർഷിപ്പ് ആണ്. അതായത് ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലുകളെ പ്രൈവറ്റ് എന്നും പബ്ലിക് എന്നും തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് പബ്ലിക്കിന് തന്നെ എന്തുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, മുനിസിപ്പൽ ഹോസ്പിറ്റൽ ഉണ്ട്, PSU ഹോസ്പിറ്റൽ ഉണ്ട്. പ്രൈവറ്റ് ആകുമ്പോൾ അത് പ്രോഫിറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്, നോൺ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽ ഉണ്ട്. അങ്ങനെ പലതരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് ഇവിടെ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പോ അലോപ്പത്തിക് മെഡിസിൻസ് ആണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അതായത് ആളുകൾ ഇംഗ്ലീഷ് മരുന്നുകളാണ് കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നമുക്കറിയാം കൂടുതൽ ആൾക്കാരും എന്ത് തന്നെയാണ്? ഇംഗ്ലീഷ് മരുന്നുകളെ തന്നെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ ഈ ഇംഗ്ലീഷ് മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മെഡിസിൻസ് ആയിട്ടുള്ള ആയുർവേദയും ഹോമിയോപ്പതിയും യുനാനിയും ഒക്കെ എന്താണ് ആളുകള് ചൂസ് നൽകുന്നുണ്ട്. അതിന് ആളുകൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യയിലെ കാര്യമാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോ ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കുന്നത് ആ ഒരു സെയിം സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മള് ഹോമിയോപ്പതിയെയും അതുപോലെ തന്നെ യുനാനിയെയും അതുപോലെ തന്നെ ആയുർവേദയ്ക്ക് എന്താണ് നമ്മള് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഓരോ ഹോസ്പിറ്റലും കൊടുക്കുന്ന മരുന്നിന്റെ ബേസിൽ ഓരോ ഹോസ്പിറ്റൽസ് എന്ത് കൊടുക്കുന്നുണ്ട്? മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ഹോമിയോ മരുന്നുകൾ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ നമ്മൾ ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽ എന്ന് പറയും. ഓക്കെ, ഇനി ആയുർവേദിക് മെഡിസിൻ ആണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ എന്താണ്? നമ്മളതിനെ ആയുർവേദിക് ഹോസ്പിറ്റൽ എന്ന് പറയും. യുനാനി മെഡിസിൻ ആണ് കൊടുക്കുന്നതെങ്കിൽ യുനാനി ഹോസ്പിറ്റൽ എന്നും പറയും. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് എന്ത് വരുന്നത്? ഇവിടെ ക്ലാസിഫിക്കേഷനും വരുന്നത്. മരുന്ന് ഏത് മരുന്നാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇവിടെ എന്ത് നൽകുന്നത്? ക്ലാസിഫിക്കേഷൻ നൽകുന്നത്. അതാണ് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, മരുന്നുകളുടെ രീതി അനുസരിച്ച് ഹോസ്പിറ്റലുകളുടെ പേരും മാറും. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിഫർ ചെയ്യുന്നുണ്ട്. കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഈ ഒരു ആയുർവേദയ്ക്കാണെങ്കിലും യുനാനിയിലാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകള് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് സിസ്റ്റം ഓഫ് മെഡിസിൻ. ഒന്നുമില്ല, ആ ഒരു ഇത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. സിസ്റ്റം ഓഫ് മെഡിസിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ബേസിൽ ഹോസ്പിറ്റലുകളെ നമുക്ക് ആയുർവേദിക് ഹോസ്പിറ്റൽ എന്നും യുനാനി ഹോസ്പിറ്റൽ എന്നും സിദ്ധ ഹോസ്പിറ്റൽ എന്നും ആയുർവേദ ഹോസ്പിറ്റൽ എന്നൊക്കെ എന്ത് ചെയ്യാം? തരംതിരിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സ്റ്റേ ആണ് കേട്ടോ. ലെങ്ത് ഓഫ് സ്റ്റേ അതെന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആളുകൾ താമസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലുകളെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്ന് വായിച്ചോട്ടോ. ഈ ലെങ്ത് ഓഫ് സ്റ്റേ ഒന്ന് വായിച്ചോളൂ. മൈൻഡിലൊന്ന് റീഡ് ചെയ്യട്ടോ എല്ലാവരും. വെഞ്ചർ നാച്ചുറോപ്പതി ആണെന്ന് തോന്നുന്നു മോളെ. നാച്ചുറോപ്പതി ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒന്ന് ഗൂഗിളിൽ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നാച്ചുറോപ്പതി ആയിരിക്കാം മിക്കവാറും.
ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ലെങ്ത് ഓഫ് സ്റ്റേ. ഇവിടെ പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ലെങ്ത് ഓഫ് സ്റ്റേ ജനറലി നീഡഡ് ഫോർ എ പേഷ്യന്റ് ഇൻ എ ഹോസ്പിറ്റൽസ് can be classified as long stay hospitals and short stay hospitals. അതായത് ആളുകൾ പേഷ്യൻസ് താമസിക്കുന്നതിന്റെ അടിസ്ഥാനത്തില് നമ്മൾക്ക് ഹോസ്പിറ്റലുകളെ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്നും ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്നും രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് തരംതിരിക്കാം. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന് ലെങ്ത് ഓഫ് സ്റ്റേയുടെ അടിസ്ഥാനത്തിൽ, ഒന്ന് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ, രണ്ടാമത്തത് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ. അപ്പൊ നമുക്ക് എന്താണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് നോക്കാം. ഓക്കെ, patients in short stay hospitals are required to be admitted for a relatively shorter period, such as 1 or 2 days up to 20 days. Most hospitals have been seen in our locality are short stay hospitals. അതായത് ഹോസ്പിറ്റൽസില്, അതായത് ഈ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസില് പേഷ്യൻസ് താമസിക്കുന്നത്, അവരെ അഡ്മിറ്റ് ചെയ്യുന്നത് 1 or 2 ദിവസത്തേക്കോ അല്ലെങ്കിൽ മാക്സിമം 20 ദിവസത്തേക്കോ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെയാണ് എന്ത് പറയുന്നത്, നമ്മള് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതായത് വളരെ കുറച്ച് ദിവസം മാത്രമേ പേഷ്യൻസ് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ഹോസ്പിറ്റലില് താമസിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് ഹോസ്പിറ്റൽസ് ദാറ്റ് വി സീ ഇൻ അവർ ലൊക്കാലിറ്റി ആർ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ. നമ്മുടെ നാട്ടിൽ കൂടുതലും കണ്ടുവരുന്നത് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലുകളാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പനിയോ ചുമയോ എന്തെങ്കിലും ഒരു രോഗമാവട്ടെ, നമ്മൾ ചെയ്യുന്നു, ചികിത്സ എടുക്കുന്നു, നമ്മൾ അവിടെ കിടത്തുന്നു, അല്ലെ? നമ്മൾ എന്താണ് കുറെ നാളത്തേക്കൊന്നും താമസിക്കോ, മാസങ്ങളോ വർഷങ്ങളോ അവിടെ താമസിക്കോ? ഇല്ലല്ലോ. കുറച്ച് ദിവസം, ഒന്നില്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, അത്രയും ദിവസം മതിയാകും, അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാലയളവ് പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ 1 or 2 days, അതും മാക്സിമം 20 days വരെ ആകാം, 20 ദിവസം വരെ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളാണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ. These hospitals offer care that generally requires its patients to stay for a long term, such as months or years in the hospital. അപ്പൊ നമ്മൾ നേരെ തിരിച്ചു വന്നു, അല്ലെ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ പേഷ്യന്റ് താമസിക്കുന്നത് 1 or 2 ദിവസത്തേക്കോ 20 ദിവസത്തേക്കോ അല്ല, മറിച്ച് മാസങ്ങളോ വർഷങ്ങളോ ആണ് ആര് താമസിക്കുന്നത്, ലോങ് സ്റ്റേ ഹോസ്പിറ്റലുകളില് പേഷ്യൻസ് താമസിക്കുന്നത്. ഓക്കെ, അപ്പോ ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെന്റൽ ഹോസ്പിറ്റൽ, അതൊരു ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ, അതായത് മെന്റൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, മാനസിക ബുദ്ധിമുട്ടുകളുള്ള ആളുകളെ താമസിപ്പിച്ചിരിക്കുന്ന ഹോസ്പിറ്റലാണ്. അവിടെ അങ്ങനെയുള്ള, അതായത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള രോഗികളെ നമ്മൾ താമസിപ്പിക്കുമ്പോൾ അത് 1 or 2 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ നമ്മൾ താമസിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ രോഗം ഭേദമാകോ? ഒരിക്കലുമില്ല, അല്ലെ? അവരെ എന്താണ്, കുറെ കാര്യങ്ങൾ അവർക്ക് ചെയ്തിട്ടാണ്, കുറെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്തിട്ടാണ്, കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരെ പഴയ രീതിയിലേക്ക് നമ്മൾ ആക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരം രോഗികൾക്ക് വർഷങ്ങളുടെ ചികിത്സയോ മാസങ്ങളുടെ ചികിത്സയോ ആണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളാണെന്ത്, അതിനുദാഹരണമാണ് മെന്റൽ ഹോസ്പിറ്റൽ. ഇനി അടുത്തത് റിഹാബിലിറ്റേഷൻ സെന്റർ. ഓക്കെ, റിഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുനരധിവാസ കേന്ദ്രങ്ങളാണ്. മീൻസ് ഇപ്പോ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ താമസിപ്പിച്ചിരിക്കുന്ന ഹോസ്പിറ്റൽസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓക്കെ, മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ താമസിപ്പിക്കുന്നത്? അപ്പോ അവരെയൊക്കെ നമ്മൾ കുറെ നാള്, അതായത് മാസങ്ങളൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരിലെ ആൽക്കഹോൾ ടെൻഡൻസി അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ ഒക്കെ നമ്മൾ നിർത്തുന്നത്. ഓക്കെ, അതായത് 1 or 2 ദിവസങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവരിലെ ആ അഡിക്ഷൻ ഒന്നും നിർത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ കുറെ നാളെടുത്തിട്ട് കുറെ മരുന്നുകളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ രോഗിയെ എന്ത് ചെയ്യുന്നത്, പൂർണ്ണ ആരോഗ്യവാനാക്കി തിരിച്ചുവിടുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ആൽക്കഹോൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഹോസ്പിറ്റലൊക്കെ എന്താണ്, അത് റിഹാബിലിറ്റേഷൻ ഹോസ്പിറ്റൽസിന്, അതായത് ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്.
ഇനി നെക്സ്റ്റ് വൺ ജെറിയാട്രിക് കെയർ സെന്റേഴ്സ് ആണ്. മീൻസ് വാർദ്ധക്യ സഹജമായിട്ടുള്ള, അതായത് പ്രായമായവരേക്ക് നോക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. ഇപ്പോ മാതാപിതാക്കളെ നോക്കാനായിട്ട് മക്കൾക്കൊക്കെ സമയമില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവിടെ കൊണ്ടുപോയി ആക്കും അല്ലെ. അതായത് വാർദ്ധക്യ സഹജമായിട്ടുള്ള, ഇപ്പൊ സർക്കാരിന്റെ കീഴില് അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ഉടമകളുടെ കീഴിൽ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളുണ്ട്. കുറച്ച് പൈസ മക്കള് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരേക്ക് ആദ്യം നോക്കിയവരെ ഈ വയസ്സായിട്ടുള്ള ഈ അച്ഛനമ്മമാരേക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നോക്കുന്നത്. മീൻസ് ആ ഒരു ഹോസ്പിറ്റലാണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളാണ് എന്ത്? ജെറിയാട്രിക് കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എക്സെട്ര. പിന്നെ പറയുന്നുണ്ട് കിടപ്പിലായിട്ടുള്ള രോഗികളുണ്ടല്ലോ. ഓക്കെ, അതായത് ദീർഘനാള് ആയിട്ട് ഇപ്പൊ പ്രായമായവരൊക്കെ എന്താണ്, ചിലവര് രോഗം ബാധിച്ചിട്ട് കിടപ്പിലായവരാകാം, അല്ലെങ്കിൽ പ്രായമായിട്ടുള്ളവരുണ്ടാകാം. അവരൊക്കെ എന്താണ് ശുശ്രൂഷിക്കാനായിട്ട് ഏത് സമയം ആളുകൾ വേണം അല്ലെ. അവർക്ക് എപ്പോഴും 24 മണിക്കൂർ എന്ത് വേണം? ശുശ്രൂഷ വേണം, ട്രീറ്റ്മെന്റ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലുകളാണ് എന്ത്? പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഈ ഹോസ്പിറ്റൽസ് നമുക്കൊരു ഹോം ലൈക്ക് എൻവയോൺമെന്റ് ആണ് നമുക്ക് തരുന്നത്. നമ്മൾ മൂവിയിലൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് കുറെ അധികം ഇപ്പൊ ഒരു മെന്റൽ ഹോസ്പിറ്റൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോ ആൽക്കഹോൾ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു, നിങ്ങൾ ചില മൂവീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പൃഥ്വിരാജിന്റെ ഒരു മൂവി ഉണ്ട്. ആ ഒരു മൂവിയില് പൃഥ്വിരാജിനെ കൊണ്ടുചെന്നാക്കുന്നുണ്ട്, അതായത് ആൽക്കഹോൾ അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതുപോലെ തന്നെ ആൽക്കഹോൾ അഡിക്ഷൻ ഉള്ള ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ ഒരു ഫാമിലി പോലെയാണ് അവർ താമസിക്കുന്നത്. ഓക്കെ, അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കളിയും ചിരിയും തമാശയും സങ്കടവും സന്തോഷവും ഒക്കെ എന്താണ് അവര് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ മെന്റൽ ഹോസ്പിറ്റൽ ആണെങ്കിലും ഇത് തന്നെയാണ്. ഇത്രയധികം വരില്ല, കാരണം എന്താ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതലും ആളുകൾക്ക്. എന്നാലും എന്താണ്, ചിരിയും അതുപോലെ തന്നെ കളിയൊക്കെ ഉണ്ടാവും അവിടെ കൂടുതലായിട്ട്. അപ്പോ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ നമുക്ക് ഒരു കുടുംബ അന്തരീക്ഷം പോലെയാണ്, കുടുംബാംഗങ്ങൾ പോലെയാണ് എന്ത് ചെയ്യുന്നത്, അവര് എല്ലാവരും എന്ത് ചെയ്യുന്നത്, ബിഹേവ് ചെയ്യുന്നത്. അതാണ് കേട്ടോ അവിടെ പറയുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണത് നമുക്ക് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ട് പറയുന്നത്. എളുപ്പമല്ലേ? എളുപ്പമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പമാണ്. നമ്മളിപ്പോ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് സിസ്റ്റം ഓഫ് മെഡിസിൻ പറഞ്ഞു, രണ്ടാമത്തത് ലെങ്ത് ഓഫ് സ്റ്റേയും പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ക്ലിയർ ആയെങ്കിൽ ഒന്ന് തമ്പിടണം കേട്ടോ. മാം, ആ സിസ്റ്റം ഓഫ് മെഡിസിൻ ഒന്നുകൂടെ പറയാമോ? എന്താ മോളെ? സിസ്റ്റം ഓഫ് മെഡിസിൻ. സിസ്റ്റം ഓഫ് മെഡിസിൻ ഞാൻ പറയാം, ലാസ്റ്റ് പറയാം കേട്ടോ. ഓക്കെ മാം. പറഞ്ഞാലോ, ഒരു 15 മിനിറ്റിന്റെ സമയത്ത് ഞാൻ പറയാം. ഓക്കെ, ഓക്കെ, ഞാൻ താഴെ അബ്രീവിയേഷൻസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് ഫുൾ ഫോമുകൾ കൊടുത്തിട്ടുണ്ട്, ഷോർട്ട് ഫോംസിന്റെ. അപ്പൊ അതൊന്ന് എഴുതിയെടുക്കാം കേട്ടോ. അതിനു മുമ്പ് ഞാനതൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, എഴുതുന്നതിന് മുമ്പായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. എഴുതാൻ ഞാനൊരു 5 മിനിറ്റ് സമയം തരാം കേട്ടോ. അപ്പൊ അതിനകത്ത് ആദ്യത്തേത് PHSC ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മൾ പഠിച്ചതാണ്. പ്രൈമറി ഹെൽത്ത് സെന്ററിനെയാണ് നമ്മൾ PHC എന്ന് പറയുക. പിന്നെ രണ്ടാമത്തത് FHC, ഫാമിലി ഹെൽത്ത് സെന്റർ. ഓക്കെ, കുടുംബാരോഗ്യ കേന്ദ്രം. ഓക്കെ, വേറൊരു പേരാണ് FHC എന്ന് പറയുന്നത്. ഇനി CPHC, കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. ഓക്കെ, കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. ഇതൊക്കെ എന്താണ് PHCയുടെ ലെവലിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തത് SWAJ ആണ്, SWAAJ, സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസ്. അതായത് നമ്മുടെ വായുവിലൂടെയുള്ള രോഗങ്ങൾ ഉണ്ടല്ലോ, അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന അതാണ് എന്ത്, സ്വാജ് എന്ന് പറയുന്നത്. അത് തടയാൻ വേണ്ടിയിട്ട് പ്രിവെൻഷൻ, ആ ഒരു വായുവിലൂടെ പകരുന്ന സ്പ്രെഡ് ആകുന്ന രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻ മെത്തേഡിനെ കുറിച്ചിട്ടാണ് സ്വാജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ്. നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗം തീവ്രമാകുമ്പോൾ അതിന് പറയുന്ന പേരാണ് എന്ത്, ഈ ഒരു COPD എന്ന് പറയുന്നത്. പിന്നീട് ആശ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം
അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. ഓക്കെ, ആശാ വർക്കർ എന്ന് പറയുമല്ലോ. നമ്മുടെയൊക്കെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആശാ വർക്കർ എല്ലായിടത്തും ഉണ്ട്, എല്ലാ വാർഡിലും ഉണ്ട്. അവരുടെ ഫുൾ ഫോം ആണ്. ദിസ് ഇസ് ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. കാരണം ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല ഇവരുടെ ഫുൾ ഫോം എന്താണ്. ആശാ വർക്കർ എന്നാണ് പറയുന്നത് നമ്മള്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് അവരുടെ ശരിയായിട്ടുള്ള പേര്. പിന്നെ AWW അംഗൻവാടി വർക്കർ. പിന്നെ WHSNC വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. നമ്മുടെ വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണെന്ത് WHSNC. ഓക്കെ, വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതിയെടുക്കാം. സ്വാജ് എന്ന് പറഞ്ഞാല് സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ് ആണ്. നമ്മൾക്ക് വായുവിലൂടെ പല രോഗങ്ങളും നമ്മൾ സ്പ്രെഡ് ആവില്ലേ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മീസിൽസ്, റുബല്ല, മംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായുവിലൂടെയാണ് കൂടുതലായിട്ട് സ്പ്രെഡ് ആവുന്നത്. പിന്നെ ക്ലോസ് കോണ്ടാക്ട് വഴി. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങൾ വായുവിലൂടെ എന്ത് രോഗങ്ങളാണോ പകരുന്നത്, ഏതുമാകട്ടെ എയറിലൂടെയാണ് അത് സ്പ്രെഡ് ആവുന്നതെങ്കിൽ അതിനെ പ്രിവെൻഷൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണത് സ്വാജ് എന്ന് പറയും കേട്ടോ. ആ ഫുൾ ഫോം മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. COPD മീൻസ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള തീവ്രമായിട്ടുള്ള രോഗങ്ങളെ പറ്റി പറയുന്നതാണ്. അതിനെ പറയുന്നതാണ് COPD. നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖം അതെന്തുമായിട്ട് അത് തീവ്രമാകണമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കേട്ടോ. അക്രഡിറ്റ് എന്ന് പറഞ്ഞ എന്താണ്? അക്രഡിറ്റഡ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കപ്പെട്ട, അംഗീകാരം എന്നാണ് അക്രഡിറ്റേഷൻ അർത്ഥം കേട്ടോ. അക്രഡിറ്റഡ് മീൻ അംഗീകരിക്കപ്പെട്ട, അതായത് സർക്കാർ നിയമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണത് ആശാ വർക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഇനി നമുക്ക് വേറൊരു ചാപ്റ്ററിലേക്കാണ് പോകേണ്ടത് കേട്ടോ. CPHC കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. പ്രൈമറി ഹെൽത്ത് കെയറിന്റെ തന്നെ പോലെ തന്നെയുള്ള ഇതാണത് CPHC എന്ന് പറയുന്നത്. അതിന്റെ പേരില് ആ കോംപ്രഹെൻസീവ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, കുറച്ചും കൂടി എന്താണ് സമഗ്രമായിട്ടുള്ള എന്നാണ് അർത്ഥം കേട്ടോ. PHC, FHC, CPHC ഒക്കെ എന്തില് വരുന്നതാണ്? ഈ ഒരു PHCയുടെ തലത്തിലുള്ള ഹോസ്പിറ്റലുകളാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ചാപ്റ്ററിലേക്കാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോ എടുത്ത ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിയുമ്പോ നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്റർ എടുത്ത് തുടങ്ങാമല്ലോ. ഓക്കെ,
ശരിക്കും പറഞ്ഞാൽ ഇന്ററാക്ഷൻ രീതിയാണ്. ഞാൻ കൂടുതലും ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഫേസും കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇങ്ങനെ ആളുകളെ ഉള്ളത് കൊണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് ധാരാളം ആളുകൾക്ക്. അതുകൊണ്ടാണ് വായിപ്പിക്കാത്തതും പറയിപ്പിക്കാത്തത് കേട്ടോ. ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. മാം ഒരു കാര്യം പറഞ്ഞോട്ടെ? ആ, ഞങ്ങൾ കൂടുതൽ പേർക്കും മാമിന്റെ ക്ലാസ് ആയിരുന്നു ഇഷ്ടം. കാരണം ഇന്ററാക്ഷൻ ചെയ്ത് ആ ഒരു ത്രില്ലിങ്ങോട് കൂടി പഠിക്കാനായിരുന്നു ഇഷ്ടം. മാമിന്റെ എല്ലാവരും പറയാറുണ്ട് മാമിന്റെ ആണ് ഇഷ്ടം എന്നുള്ളത്. പക്ഷെ മാമിന് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് ആക്കിയപ്പോ എല്ലാരും ബോറടിച്ചിരിക്കുകയായിരിക്കും. മാം കണ്ടോ എത്ര തമ്പാ വരണമെന്ന്. മാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഞങ്ങൾ നിഷ മാമിന്റെ അടുത്ത് പറയണം വിചാരിച്ചിട്ടിരുന്നതാ. ഓക്കെ മാം, നിഷ മാം കുറെ ആയിട്ട് ക്ലാസ്സിൽ വരുന്നില്ല. അപ്പൊ ഞങ്ങള് കുറച്ച് അങ്ങോട്ട് പറയാന്ന് വിചാരിച്ചിട്ടിരിക്കുവായിരുന്നു സത്യം പറഞ്ഞാല്. അതായത് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് കേട്ടോ. കാരണം എനിക്കും തീരെ നമുക്ക് ഇതായിട്ടുള്ള ഓഫ്ലൈൻ എടുക്കുന്ന ടീച്ചേഴ്സ് അങ്ങനെയാണ്. ഇന്ററാക്ഷൻ ഫേസ് കണ്ടിട്ടാണ്, നമ്മുടെ ഫേസും കൂടി കാണുന്നില്ല. എനിക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്ക് തീരെ നിവൃത്തിയില്ല. അതാണ് ഈ ഒരു 15 മിനിറ്റ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ കേട്ടോ. എനിക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ പോകാം. ഓക്കെ ഓക്കെ, ബുദ്ധിമുട്ട് വിചാരിക്കരുത്. പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചു തന്നെ പോവാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് മൈൻഡിലൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഞാൻ വായിക്കാം. കൂടുതൽ ബോറടിക്കില്ല. ഞാൻ തന്നെ വായിച്ച് ഞാൻ തന്നെ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. എന്റെ കൂടെ ഒന്ന് മൈൻഡിലൊന്ന് റീഡ് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഇൻട്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കൂടുതൽ എന്താ പറയാ, കുറച്ചും കൂടി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ചിട്ട്. ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ഈസ് എ place where certain invasive surgical procedures, which means operations that involve cutting into and working inside a patient's body, take place. This may contain either minimally invasive procedures such as keyhole surgery, where cameras and a laparoscope are inserted through small incision, or open surgery, where surgeons make larger cuts to reach the internal organs. Robot-assisted surgery allows surgeons to perform certain procedures through small incisions. Operation theatre is otherwise known as OR, operating rooms. Okay. അപ്പോ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സർജിക്കൽ പ്രൊസീജിയേഴ്സ് നടക്കുന്ന ഒരു ഏരിയയാണ് എന്ത്, ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് അല്ലെ. സർജറീസ് കൂടുതലായിട്ട് എവിടെയാണ്, അതായത് സർജറീസ് നടക്കുന്നെങ്കിൽ അത് ഓപ്പറേഷൻ തിയേറ്ററിൽ ആയിരിക്കും. ഓക്കെ, അപ്പോ ഓരോരോ നമുക്കറിയാം പലതരത്തിലുള്ള സർജറീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലെ. പല ടൈപ്പ് സർജറീസ് നടക്കുന്നുണ്ട് അല്ലെ. അതായത് പല പീരീഡുകളും ഉണ്ട്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് സർജറി, അതായത് ശസ്ത്രക്രിയാ നടപടികൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്നാണ് വരിക കേട്ടോ. സർജിക്കൽ പ്രൊസീജിയേഴ്സ് നടക്കുന്ന ഒരു സ്ഥലമാണ്. രോഗിയുടെ ശരീരത്തെ മുറിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അകത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലം. രോഗിയുടെ ശരീരത്തെ എന്ത് ചെയ്യുക, ബോഡി എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക അല്ലെ. രോഗിയുടെ ശരീരത്തെ മുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിനകത്ത് കീഹോൾ സർജറിയും എന്ത് ചെയ്യും, ഉൾപ്പെടും. ഓക്കെ, ഇപ്പൊ 2 തരത്തിലുണ്ട്. ഒന്ന് കീഹോൾ സർജറി, രണ്ടാമത് ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആദ്യം ഞാൻ കീഹോൾ സർജറിനെ കുറിച്ചിട്ട് പറയാം. കീഹോൾ സർജറി എന്ന് പറഞ്ഞാല് ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ദ്വാരങ്ങള്, അതായത് ഇപ്പൊ നമ്മുടെ വയറിന്റെ ഭാഗത്താണ് കീഹോൾ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ഇപ്പൊ കീഹോൾ ആണ്. അതിന് കൂടുതൽ ബെനിഫിറ്റുകൾ ഉണ്ട് കേട്ടോ. കൂടുതൽ എന്താ, അതായത് കൂടുതൽ മെച്ചമാണ്. നമ്മുടെ ഓപ്പറേഷനേക്കാളും എന്ത് ചെയ്യാണ്, കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ചെറിയ ദ്വാരങ്ങളാണ് ഉണ്ടാക്കുന്നത് വയറ്റിനുള്ളില്. ഇപ്പൊ വയറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ വയറ്റിനുള്ളില് ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് എന്ത് ചെയ്യും, അതിലൂടെ ക്യാമറ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അകത്തോട്ട് വിട്ടിട്ട് എന്ത് ചെയ്യും,
ഡോക്ടർ എന്ത് ചെയ്യും, ടെലിവിഷനിലൂടെ സ്ക്രീനിലൂടെ എന്ത് ചെയ്യും, ആ മുറിവിനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണോ സർജറി ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ ഒരു പ്രത്യേക നടപടിക്രമമുണ്ട് കീ ഹോൾ സർജറിക്ക്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയാന്ന് പറഞ്ഞാല് നമ്മൾ വയറിനുള്ളിലേക്ക് ഒരു പ്രത്യേക സൂചി കടത്തിവിടും. ഫസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കും എന്താ മിസ് ഞങ്ങളെ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോവാണോ എന്ന് വിചാരിക്കും. ഞാനിത് ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുന്നതാണ് കീ ഹോൾ സർജറി എങ്ങനെയാണെന്ന് കേട്ടോ. വയറിനുള്ളിലേക്ക് ഒരു പ്രത്യേകതരം സൂചി കടത്തിവിടും. അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടും. ഓക്കെ, എന്നിട്ട് വയറ് വീർപ്പിക്കും. എന്നിട്ട് ഈ വയറ് വീർപ്പിച്ചു കഴിഞ്ഞിട്ട് 12 സെന്റിമീറ്റർ ഉള്ള മുറിവുകൾ ഉണ്ടാക്കും. ഓക്കെ, ഈ മുറിവുകൾ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ട്യൂബ് അതിന്റെ ഉള്ളിലേക്ക് കടത്തിവിടും. ഓക്കെ, ഒരു ട്യൂബ് എന്ത് ചെയ്യും, അതിന്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. ഈ ട്യൂബിന്റെ അറ്റത്ത് ഒരു ക്യാമറ ഉണ്ട്. ഓക്കെ, ട്യൂബിന്റെ അറ്റത്ത് ഒരു ക്യാമറ ഉണ്ട്. ഈ ക്യാമറയുടെ സഹായത്തോടെയാണ് ഡോക്ടറുടെ മുന്നിലുള്ള ടെലിവിഷൻ സ്ക്രീനിൽ വളരെ കൃത്യമായിട്ടുള്ള അതുപോലെ തന്നെ വളരെ എന്താ പറയാ നല്ല ക്ലാരിഫൈ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആളുടെ ആന്തരിക അവയവങ്ങള് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാട്ടോ. വയറിനുള്ളിലേക്ക് ഒരു പ്രത്യേക തരം സൂചി കടത്തിവിടുന്നു. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തി വീർപ്പിക്കുന്നു. ഓക്കെ, അതിനുശേഷം 12 സെന്റിമീറ്റർ ഉള്ള മുറിവുകൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഒരു ട്യൂബ് കടത്തിവിടുന്നു. ഈ ട്യൂബിന്റെ അറ്റത്തായിട്ട് ഒരു ക്യാമറയുണ്ട്. ഈ ക്യാമറയിലൂടെ ഡോക്ടറുടെ മുന്നിലുള്ള ടെലിവിഷൻ സ്ക്രീനിൽ വളരെ കൃത്യമായിട്ടുള്ളതും അതുപോലെ തന്നെ വലിപ്പം അതായത് ഭയങ്കരമായിട്ട് വലുതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ആന്തരികാവയവങ്ങൾ കണ്ടിട്ട് അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മുറിവുണക്കുകയോ കരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് എന്ത് ഈ ഒരു കീ ഹോൾ സർജറി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സാധാരണ സർജറി എങ്ങനെയാണെന്ന് വെച്ചാല് വലിയ മുറിവുകളാണ് ഉണ്ടാക്കുന്നത്. ഇതിലൂടെ ഞാൻ പറഞ്ഞു എന്താ ചെറിയ ദ്വാരങ്ങളാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത് സർജറി എന്ന് പറയുന്നത്. വലിയ മുറിവുകൾ ഉണ്ടാക്കുന്നു. ഓക്കെ, ഈ സർജൻ എന്ന് പറഞ്ഞതിന്റെ മീനിങ് തന്നെ എന്താ, വലിയ മുറിവ് ഉണ്ടാക്കുന്നവെന്നാണ് കേട്ടോ. അങ്ങനൊരു മീനിങ് ഉണ്ട്. നമ്മള് സർജൻ എന്ന് പറയില്ലേ, അത് വലിയ മുറിവ് ഉണ്ടാക്കുന്നവൻ എന്ന മീനിങ്ങോട് കൂടിയാണ് അങ്ങനെ പറയുന്നത്. വലിയ മുറിവ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, സർജറി അല്ലേ, ആ ഒരു എന്തൊക്കെയാണ് ഇപ്പൊ കട്ട് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെയാണ് കട്ട് ചെയ്ത്, അല്ലെങ്കിൽ തുന്നിച്ചേർക്കാനുള്ളതാണെങ്കിൽ തുന്നിച്ചേർത്തിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നു. ഓക്കെ, പിന്നെ കീ ഹോൾ സർജറിയുടെ പ്രധാന മെച്ചങ്ങൾ എന്താന്ന് വെച്ചാല് ഈ വലിയ മുറിവുകൾ നമുക്ക് സ്ക്രീനിലൂടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ കരിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബ്ലീഡിംഗ് ഒക്കെ നിർത്താനായിട്ട് സാധിക്കും. പിന്നെ പഴുപ്പുണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത് കേട്ടോ. പഴുപ്പ് എന്ന് പറയുന്ന സംഭവമേ ഉണ്ടാവില്ല. സാധാരണ സർജറി ഒക്കെ ചെയ്യുമ്പോൾ പഴുപ്പ് ഉണ്ടാവാം, ചിലപ്പോൾ തുന്നല് വിടാം, അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ല. പക്ഷെ ഇതിനകത്ത് ഉണ്ടാവില്ല, അത് ഉണ്ടാവില്ല. അപ്പോ നമ്മുടെ സാധാരണ സർജറി ആണെങ്കിൽ എന്താണ്, പഴുപ്പിനും മറ്റുമുള്ള ചാൻസസ് എന്താണ് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. വലിയ മുറിവുകളാണെങ്കിൽ വേദന ഉണ്ടാകും, പഴുപ്പുണ്ടാവും, തുന്നലൊക്കെ വിട്ടുപോകാനായിട്ട് സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? കീ ഹോൾ സർജറി എന്താണ്, ഓപ്പറേഷൻ എന്താണ്? ഓക്കെ, അപ്പൊ ഇത് രണ്ടും നടക്കുന്ന സ്ഥലത്തെയാണ് എന്ത് നമ്മൾ പറയുന്നത്, ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ കീ ഹോൾ സർജറിക്കുള്ള ക്യാമറകളും കാര്യങ്ങളൊക്കെ നമ്മുടെ എന്താ പറയാ ചെറിയ ദ്വാരത്തിലൂടെ കുത്തിക്കയറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ടെലിവിഷനിലൂടെ ഡോക്ടർ എന്ത് ചെയ്യുന്നത്, അതിനുള്ള കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. അതൊന്നും ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് റോബോട്ടിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടർമാര് സർജറീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല പല പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സർജറി കംപ്ലീറ്റ് ആകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതാണ് ആ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് മോളെ അതൊരു ഉപകരണമാണ് കേട്ടോ, ലാപ്രോസ്കോപ്പ് കേട്ടോ. നമുക്ക് ടെലിവിഷനിൽ കാണാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ്, ക്യാമറയൊക്കെ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്ന. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് എങ്ങനെയാണ് ഈ ഒരു പ്രൊസീജിയർ നടക്കുന്നത്, കീ ഹോൾ എന്താണ്, സാധാരണ സർജറി എന്താണ്. അപ്പൊ പ്രധാന ബെനിഫിറ്റുകളൊന്നും ഓർത്തിരിക്കുക കീ ഹോളിന്റെ, കാരണം ചെലവ് കൂടുതലാണ് അല്ലെ.
കീഹോളിന് എമൗണ്ട് കൂടുതലാണ്, പക്ഷെ അതിനോടുള്ള കാരണം ഇത്രയും ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ആ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് കേട്ടോ. ടെലിവിഷന്റെ സഹായമായാലും ക്യാമറയായാലും ലാപ്രോസ്കോപ്പ് ആയാലും എന്തൊക്കെയാണ്, അത്രയും ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് അത് അതുകൊണ്ടാണ് അത്രയും വലിയ എമൗണ്ട് വരുന്നത് ആ ഒരു സർജറിക്ക്. ഓക്കെ, നെക്സ്റ്റ് OR environment ആണ്. Operating rooms are germ-free environments. All personnel should wear protective clothing named scrubs, as well as shoe covers, mask, caps, eye shield, and other coverings to prevent the spread of germs. The operating room should be luminous and the temperature should be very cold. Operating rooms should be air conditioned to help prevent infection through bacterial filtration system. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അതാണ്, അണുവിമുക്തമായിരിക്കണം. അവിടെ ഒരു ഇൻഫെക്ഷസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവാനായിട്ട് പാടില്ല. വളരെ ക്ലീൻ ആയിരിക്കണം എപ്പോഴും ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. കാരണം എന്താ, അണുക്കള് പെട്ടെന്ന് പടരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞ അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളെ നമ്മൾക്ക് എന്താണ് പെട്ടെന്നൊന്നും കയറി കാണാനായിട്ട് സാധിക്കില്ല അല്ലെ. കാരണം എന്താ, പുറത്തുനിന്നുള്ള, അതായത് നമ്മളൊക്കെ കയറി കാണുമ്പോൾ എന്താണ്, നമ്മുടെ അണുക്കൾ എന്ത് ചെയ്യും, അയാളിലേക്ക് പകരും. ഓക്കെ, അപ്പൊ കൂടുതൽ അയാളുടെ ആ ഒരു രോഗം തീവ്രമാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇൻഫെക്ഷൻസ് ആയിട്ട് എന്ത് ചെയ്യാം, മരണം വരെ സംഭവിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഓപ്പറേഷൻ റൂമുകള് അണുവിമുക്തമാക്കാനുള്ള ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ രോഗാണുക്കൾ പടരാതിരിക്കാൻ, ഓക്കെ, ബാക്ടീരിയ പോലുള്ള കാര്യങ്ങളൊക്കെ പടരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അവിടെയുള്ള ആ എന്താ പറയുക, ഇപ്പൊ ഡോക്ടർ ആയിക്കോട്ടെ, നഴ്സ് ആയിക്കോട്ടെ, അവിടെയുള്ള ഓപ്പറേഷൻ തിയേറ്ററിലുള്ള മറ്റു പല സ്റ്റാഫുകൾ തന്നെ ആയിക്കോട്ടെ, എന്താണ് പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം അങ്ങോട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇവര് പറയുന്നുണ്ട് സ്ക്രബ്സ് എന്ന് പേരിട്ടിരിക്കുന്ന സംരക്ഷണ വസ്തുക്കള്. ഓക്കെ, അതായത് ചില പ്രൊട്ടക്റ്റീവ് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഷൂ കവർ ഉപയോഗിക്കണം. നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു രോഗിയെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ എന്താണ് ഒരു പ്രത്യേക വസ്ത്രം അണിയോ അല്ലെ. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു പ്രത്യേക വസ്ത്രം അണിയവര്. അതുപോലെ തന്നെ ഷൂ കവറുകൾ യൂസ് ചെയ്യും, മാസ്കുകൾ യൂസ് ചെയ്യും, തൊപ്പികൾ യൂസ് ചെയ്യും. ഇതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യാം കേട്ടോ. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഡോക്ടറെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. അവർക്ക് എന്തുണ്ടാവും? ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഷൂ കവർ ഉണ്ടാവും, മാസ്ക് ഉണ്ടാവും, തൊപ്പികൾ ഉണ്ടാകും, ഐ ഷീൽഡുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റ് കവേഴ്സ് ഒക്കെ എന്താണ് ഇവര് ധരിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നത് ഓപ്പറേറ്റിംഗ് റൂം എന്നുള്ളത് ഷൈനിങ് ഉള്ളതായിരിക്കണം, തിളക്കമുള്ളതായിരിക്കണം. മീൻസ് എപ്പോഴും എന്താണ് നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അവിടെ നമുക്കറിയാം ഓപ്പറേഷൻ സാധാരണ ഹോസ്പിറ്റലുകളിൽ ഏത് സമയവും തുടച്ചുകൊണ്ടിരിക്കും അല്ലെ, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ പോകുമ്പോൾ കാണുന്നതാണ് അല്ലെ, അവിടെയുള്ള സ്റ്റാഫുകള് എപ്പോഴും എന്താണ്, കാരണം എന്താണ് അണുക്കൾ കൂടുതൽ സ്പ്രെഡ് ആകാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലുള്ള ഹോസ്പിറ്റലുകളിലാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ ക്ലീൻ ചെയ്ത് ഏത് സമയങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനേക്കാളും കൂടുതൽ മുൻഗണന നമ്മൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സിന് കൊടുക്കണം. ഓക്കെ, അപ്പോ ഓപ്പറേഷൻ തിയേറ്റർ എപ്പോഴും എന്താണ് നല്ല ക്ലീൻ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. കൂടാതെ നല്ല തിളക്കമുള്ളതായിരിക്കണം എന്ന് കൂടി പറയുന്നുണ്ട്. പിന്നെ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തണുത്തതായിരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ടെമ്പറേച്ചർ, ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തണുത്തതായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയ ഫിൽട്രേഷൻ സംവിധാനത്തിലൂടെയുള്ള അണുബാധ തടയാൻ ഓപ്പറേഷൻ റൂമുകൾ എയർ കണ്ടീഷൻ ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോ ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത് എയർ കണ്ടീഷൻഡ് ആയിരിക്കണം എന്ന് ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ ലോ ആയി, അതായത് താപനില വളരെ കുറഞ്ഞതായിരിക്കണം, തണുത്തതായിരിക്കണം, നല്ല കൂളിംഗ് ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ റൂമുകള് എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്ന കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ നമ്മൾ കാണുന്ന നമുക്കറിയാവുന്ന കൊച്ചു കൊച്ചു പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത് കേട്ടോ. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, മനസ്സിലായല്ലേ? ഓക്കെ, ലൂമിനിയസ് എന്ന് പറഞ്ഞാൽ ലൂമിനിയസ് തിളക്കമുള്ളതായിരിക്കണം എന്നാണ് മോളെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ നോട്ട്സ് പ്രത്യേകിച്ച് ഇത് തന്നെയാണ്, നമുക്ക് പോയിന്റ് ചെയ്ത് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പൊ
നമുക്കിനി ഇപ്പൊ നിങ്ങൾ ഇനി ചോദിച്ചോളൂ കേട്ടോ, സമയമായി. നമുക്ക് ഇനി ഡൗട്ട് ചോദിക്കാം കേട്ടോ, കുഴപ്പമില്ല. മാം റോബോട്ട് അസിസ്റ്റന്റ് സർജറി തന്നെയല്ലോ. എന്താ മോളെ? റോബോട്ട് അസിസ്റ്റന്റ് സർജറിയില്ലേ? ആ, റോബോട്ടിന്റെ സഹായത്തോടു കൂടി സർജറി ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, എന്നാലും കേട്ടറിയില്ലേ നമുക്ക് കൂടുതലും. അത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് കേട്ടോ. നമ്മുടെ ഇവിടെ കൂടുതലില്ല, പുറത്തൊക്കെയാണ് കൂടുതൽ അതുള്ളത്. ഓക്കെ, റോബോട്ടിന്റെ സഹായത്തോടു കൂടി അവർ ഉപകരണങ്ങൾ, അതായത് ഓരോ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ, മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ? അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. റോബോട്ടിന്റെ സഹായത്തോടു കൂടി ഡോക്ടർമാർ എന്ത് ചെയ്യുന്നുണ്ട്? സർജറീസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പോ സാധാരണ ഒരു സർജറി നമ്മുടെ നാട്ടിലൊക്കെ, അതായത് നമ്മുടെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഡോക്ടർ നിൽക്കും, നിങ്ങൾ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? അതായത് ഡോക്ടർ നിൽക്കും, ഓപ്പറേഷൻ ചെയ്യുന്നു, ഡോക്ടർ കൈ ഇങ്ങനെ കാണിക്കും. നഴ്സുമാർ എന്ത് ചെയ്യും? അസിസ്റ്റ് ചെയ്യുന്ന ആളുകൾ ആ ഒരു കത്രിക, അതുപോലെ തന്നെ സൂചി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? എടുത്തെടുത്ത് കൊടുക്കുന്നത് കണ്ടിട്ടില്ല അസിസ്റ്റ് ചെയ്യാനായിട്ട്. അത് അവർക്ക് പകരം എന്ത് ചെയ്യുന്നു? റോബോട്ട് നിൽക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലാതെ ഇതൊന്നുമില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഡൗട്ട് ചോദിച്ചോളൂ കേട്ടോ. സിസ്റ്റം ഓഫ് മെഡിസിൻ ഒന്ന് പറഞ്ഞുതരാമോ? എന്താ മോളെ? സിസ്റ്റം ഓഫ് മെഡിസിൻ. സിസ്റ്റം ഓഫ് മെഡിസിൻ മാലു വെള്ള ചോദിച്ചു. സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പോ ഇംഗ്ലീഷ് മരുന്നുകൾ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ നമ്മൾ എന്താ പറയാ അതിനെ? മോഡേൺ ഹോസ്പിറ്റൽ എന്നല്ല പറയുന്നത്, അല്ലെ? ഇപ്പോ നമ്മളൊരു ഹോമിയോ ഹോസ്പിറ്റലിൽ ചെല്ലണം, അവിടെ ഏത് മരുന്നാ കൊടുക്കുന്നേ? ഇംഗ്ലീഷ് മരുന്നാണോ കൊടുക്കുന്നേ? പിന്നെന്താ കൊടുക്കുന്നേ? ഹോമിയോ മെഡിസിൻ. ചെറിയ ചെറിയ ഗുളികകളാക്കിയിട്ടല്ലേ ഒരു കുപ്പിയിലാക്കി തരുന്നേ നമുക്ക്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു ആയുർവേദ ആശുപത്രിയിൽ ചെല്ലുകയാണ്. ഓക്കെ, അവരെന്ത് മരുന്നാ നമുക്ക് തരുന്നേ? ആയുർവേദം. ആയുർവേദം. തൈലം തരും, കുഴമ്പ് തരും, അതുപോലെ തന്നെ ചില പച്ചമരുന്നുകള് എന്താ പറയാ മിക്സ് ചെയ്തിട്ടുള്ള, അതായത് ആ ഒരു ഫോം ഗുളിക രൂപത്തിലാക്കി തരും. ഈ പച്ചമരുന്നുകൾ തന്നെയാണ് അവർ അരച്ച് പേസ്റ്റ് ആക്കി ഈ ഒരു ഗുളിക ഫോമിലാക്കുന്നത്. നിങ്ങൾ ആയുർവേദ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് ഈ ആയുർവേദിക് മെഡിസിൻ നോക്കിയാൽ അറിയാൻ പറ്റും, പച്ച കളറുള്ള ഗുളിക ഉണ്ടാവും, ചുവപ്പ കളറുള്ള ഗുളിക. കണ്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ? അതായത് ഈ പച്ചമരുന്നുകൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പേസ്റ്റ് ആക്കിയിട്ട് അവര് ഈ ഒരു ഫോമിലാക്കി നമുക്ക് തരുന്നത്. അപ്പോ ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മരുന്നേ കിട്ടുള്ളൂ. അപ്പൊ ഇതനുസരിച്ച്, അതായത് അവിടെ കൊടുക്കുന്ന മരുന്നുകൾ എന്താണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലുകളെ തരംതിരിക്കാം എന്ന് പറയുന്നത്. ഇപ്പൊ ഹോമിയോ ഗുളികകൾ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ ഹോമിയോ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. മോഡേൺ ഇംഗ്ലീഷ് മരുന്നുകൾ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ മോഡേൺ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ആയുർവേദിക് മെഡിസിൻ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മള് ആയുർവേദിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോ മെഡിസിൻ കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലുകളെ നമുക്ക് തരംതിരിക്കാം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? മാളുവല്ലേ? ഓക്കെ, ക്ലിയർ. ഇനി ഡൗട്ട് മാം ഇതിന്റെ നോട്ട് എഴുതണോ? ഓക്കെ, നമുക്ക് ആദ്യം ആ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം അല്ലേ? മാം, അതിനു മുമ്പ് നമുക്ക് സെക്കൻഡറി കെയറിന്റെ നോട്ട് ഒന്ന് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, സെക്കൻഡറി കെയർ നിങ്ങൾ പ്രൈമറി കെയർ വരെയുള്ള നോട്ടല്ലേ എഴുതിയത്? ഒന്ന് എഴുതി നോക്കിയാൽ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. എഴുതി കഴിയുമ്പോ ഒന്ന് പറയണം കേട്ടോ. ആവശ്യമുള്ളവര് മാത്രം എടുത്താൽ മതി, നിർബന്ധമില്ല. നമ്മളുടെ മെയിൻ നോട്ട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോ കൂടുതൽ മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ആ ഷോർട്ട് ആയിട്ട് എഴുതുക എന്ന് പറയുന്നത് കേട്ടോ. അത് ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ.
ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ സമയം വെറുതെ പോകും. നിങ്ങൾ എഴുതാറുണ്ടെങ്കിൽ എഴുതിക്കോളൂ. അപ്പോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ദീസ് ആർ ഹോസ്പിറ്റൽസ് ദാറ്റ് ഓഫർ മെഡിക്കൽ കെയർ വിച്ച് ഈസ് 1 level higher than പ്രൈമറി കെയർ. അത് വേണ്ട, ആവശ്യം അത് ഇല്ല, കുഴപ്പമില്ല കേട്ടോ. Such hospitals will offer treatments such as general surgery, non-complex specialties, surgeries, basic intensive care. Okay. അപ്പൊ ഇങ്ങനെ എഴുതാം കേട്ടോ വേണമെങ്കിൽ. It gives medical care. It gives medical care higher than primary care. അങ്ങനെ എഴുതാം. ഓക്കെ, എന്നാലേ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. It gives medical care higher than primary care. ഓക്കെ. ഓക്കെ, എഴുതിയോ? യെസ് മാം. ഓക്കെ. രണ്ടാമത്തത് എന്താ നിങ്ങൾ എഴുതിയത്? ഏത് പോയിന്റ് എഴുതിയേ? Offer treatment such as general surgery, non-complex specialty. എന്താ മോളെ എന്നോട് പറയാമോ? They offer treatment treatment such as okay. They offer treatments such as general surgery, non-complex specialty surgeries, basic intensive care and clinical procedure. അത്രയും മതി കേട്ടോ, ഭയങ്കരമായിട്ട് നീട്ടണ്ട, അത്രയും മതി. അത്രയും പോയിന്റ് ഒന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് എന്താണ്? എക്സാമ്പിൾ ആണല്ലേ നമ്മൾ എഴുതുന്നത്. ദ എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ ആർ CHC, divisional and district hospital. The example of secondary care hospital are CHC and divisional and district hospital. അത് എഴുതാം കേട്ടോ. പറയാം, ഒന്നും കൂടി പറയാം. The example of secondary care hospital are CHC and divisional and district hospital. ഓക്കെ മാം. ഓക്കെ, അടുത്ത പോയിന്റ് എഴുതാം. It handle large number of emergency cases. To handle large number of emergency cases. മാം ഒന്നുകൂടി പറയാമോ? It handle large number of emergency cases. It handle large number of emergency cases. ഓക്കെ, സൗണ്ട് ഒന്ന് കുറച്ച് വെക്കണേ. അത്രേ ഉള്ളൂ കേട്ടോ അത്. Okay. ഇനി നെക്സ്റ്റ് ടെർഷറി കെയർ എഴുതാം. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ടെർഷറി കെയർ വരുന്നത് എന്തൊക്കെയാ? ആദ്യത്തെ പോയിന്റ് എന്താ? മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ആ വരിക. ഓക്കെ, മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ. ഓക്കെ മാം. ഓക്കെ, പിന്നെ എന്ത് പോയിന്റ് വരും അടുത്തത്? ഏത് പോയിന്റ് ആ വരിക അടുത്തത്? they offer super specialty care. They offer super speciality and multi speciality care.
ഓക്കെ മാം. ഓക്കെ, എഴുതിയോ? പിന്നെ എന്താ വരിക? It includes separate field of cardiac, neuro, nephro, cancer. അത് വേണോ? അത് വേണ്ട, ആവശ്യമില്ല കേട്ടോ. ഈ മൾട്ടി സ്പെഷ്യാലിറ്റിയുടെ ആ ബ്രാക്കറ്റിൽ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി കാർഡിയാക്, ന്യൂറോ, നെഫ്രോ സെന്റർ, ക്യാൻസർ ഒക്കെ, അത് എഴുതിയാൽ മതി കേട്ടോ. മോസ്റ്റ് അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ് ആ, മോസ്റ്റ് അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സ് എഴുതാം. അതൊരു പോയിന്റ് ആയിട്ട് എഴുതാം. മോസ്റ്റ് അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സ് എഴുതാം. highly qualified doctors and high experience. Okay, doctor's level of qualification is high. ഞാൻ എഴുതാം കേട്ടോ. Doctor's level of qualification is high. ഓക്കെ, ഇനി ആ സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ മീനിങ് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലേ? അതായത് അത്യാധുനിക, എന്താ ഞാൻ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? സാങ്കേതിക നൂതന സാങ്കേതിക വിദ്യ. ആ, അതൊന്ന് എഴുതിക്കോളൂ എഴുതാത്തവര്. അത്യാധുനിക നൂതന സാങ്കേതിക വിദ്യ. ഓക്കെ, എന്റെ എക്സാമ്പിൾ ആയിട്ട് താഴെ എഴുതാം മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്ന് എഴുതാം കേട്ടോ. നമ്മളിവിടെ നേരത്തെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വീണ്ടും ഇനി എഴുതേണ്ട ആവശ്യമില്ല. നമ്മള് മെഡിക്കൽ കോളേജ് എന്ന് മാത്രം എഴുതിയാൽ മതി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. മാം അത്യാധുനിക ന്യൂനത സാങ്കേതിക വിദ്യ. ന്യൂനതയല്ല, നൂതന. സോറി, അതെ തന്നെ കേട്ടോ. ഓക്കെ, അതൊന്ന് എഴുതുക. ഓക്കെ. ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഇതൊക്കെ വായിച്ചാൽ മതിയില്ലേ? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതിന് പ്രത്യേക നോട്ട് വേണോ? വേണ്ട മാം. ഓണർഷിപ്പ് ആയാലും പോയിന്റ് വൈസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതും വേണ്ട. അതും വേണ്ട, വായിച്ചാൽ മനസ്സിലാവും. സിസ്റ്റം ഓഫ് മെഡിസിൻ വേണമെങ്കിൽ 2 വാക്കിൽ എഴുതിക്കോ കേട്ടോ. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓൺ ദ ബേസിസ് ഓഫ് സിസ്റ്റം ഓഫ് മെഡിസിൻ, on the basis of system of medicine, hospital can be classified. Hospital can be classified Ayurvedic hospital, Ayurvedic hospital, homeopathy hospital, Unani hospital, and modern hospital. Okay. Next, length of stay. അതിനകത്ത് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലിന്റെ പീരീഡ് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. 1 or 2 days up to 20 days. അത് ഇമ്പോർട്ടന്റ് ആണ്. പ്രിന്റ് ഔട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 1 or 2 days up to 20 days. അതുപോലെ തന്നെ ലോങ് സ്റ്റേ ഹോസ്പിറ്റലിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, മന്ത്സ് ഓഫ് ഇയേഴ്സ് എന്ത് ചെയ്യും, നമ്മൾ അവിടെ താമസിക്കും. അതുകൂടാതെ ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് മെന്റൽ ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പൊ നമുക്കത് ഓപ്ഷനിൽ വരാം. ഓക്കെ, ഇതിന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം അണ്ടർ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് വരാം. ഓക്കെ, അപ്പൊ അതിനകത്ത് മെന്റൽ ഹോസ്പിറ്റൽ ഉണ്ടാകും, റിഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ടാകും, ജെറിയാട്രിക് ഉണ്ടാകും, കൂടാതെ നമ്മുടെ ഏതെങ്കിലും ഒരു ലോക്കൽ ഹോസ്പിറ്റലും ഉണ്ടാകും. അപ്പൊ ഏതാ ആൻസർ വരിക? ഡസ് നോട്ടാ ചോദിച്ചത് ഞാൻ. അപ്പൊ ഏതാ വരിക? ലോക്കൽ ഹോസ്പിറ്റൽ.
ലോക്കൽ ഹോസ്പിറ്റൽ. മോളെ എയിംസിന്റെ ഫുൾ ഫോം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അപ്പൊ IMA എന്താ? IMA ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർമാരുടെ സംഘടനയാണ്. ആഗോള നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആണ് കേട്ടോ IMA. എയിംസിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനത് ഒന്ന് പോയിന്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോ റിഹാബിലിറ്റേഷൻ സെന്റർ, ജെറിയാട്രിക്, പാലിയേറ്റീവ് കെയർ, ഇതൊക്കെ എന്ത് ചെയ്യാം നമ്മളൊന്ന് നോക്കി വെക്കുക കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. എക്സാം ഉണ്ടാവും, ചാപ്റ്റർ ഉണ്ടാവും. ഇല്ല മോളെ, ഇവിടെ തരുന്ന ഇത് മാത്രം ഉണ്ടാവുള്ളൂ, മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും മാത്രം ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എക്സാം സാധാരണ രീതിയിൽ ഇവിടെ ഇൻഫോർമേഷൻ വരും നിങ്ങൾക്ക് കേട്ടോ. അതനുസരിച്ചിട്ടായിരിക്കും എക്സാം വരുന്നത്, പറയും നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, ഓക്കെ. ഇനി ഇതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ട്? അപ്പൊ നമ്മൾ ഈ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? യെസ് മാം. ക്ലാസിഫിക്കേഷനിൽ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ? നോ. നോ, ഇല്ലല്ലേ? ഓക്കെ. ഇനി നമ്മള് ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഇതിനകത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മള് എടുത്തത് വരെ OR എൻവയോൺമെന്റ് വരെയാണ് ഞാൻ എടുത്തത്. നോട്ട് ഉണ്ടോ മാം? ഇതിനകത്ത് പ്രത്യേകിച്ച് നോട്ട് ഇല്ല, നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിയാൽ മതി. ഓക്കെ മാം. ഓക്കെ ഇപ്പൊ മാം. പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് നോട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ പറയുമ്പോ എന്ത് ചെയ്യാ, നിങ്ങള് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ കീബോർഡ് സർജറിനെ കുറിച്ചിട്ട് പറഞ്ഞല്ലേ, അതെന്താണെന്ന് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് നോട്ടിലൊന്ന് പോയിന്റ് ചെയ്ത് വെക്കാം. ഇത്ര മാത്രം ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ഓപ്പറേഷൻ തിയേറ്റർ ഓൾസോ നോൺ ആസ് ഓപ്പറേഷൻ റൂം എന്ന് പറയും കേട്ടോ. ഓപ്പറേഷൻ റൂം OR. ഓക്കെ, OR എന്ന് പറയും കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ ജോലി കിട്ടി കഴിഞ്ഞാല് ഷോർട്ട് ഫോംസ് ആ കൂടുതൽ ഉപയോഗിക്കുക. OR എന്നൊക്കെ പറയുള്ളൂ കേട്ടോ. അപ്പൊ അതൊക്കെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ എടുക്കാം കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. മാം നമുക്ക് ടൈം ടേബിൾ കിട്ടണേ. താങ്ക് യു മാം. താങ്ക് യു മാം. പഠിക്കുന്നതിന് വേണ്ടി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? ഒന്ന് ആഡ് ചെയ്തേക്കാമോ നമ്പറിൽ?